ഇന്ന് മറ്റേ പണ്ട് കല്യാണിലേക്കൊക്കെ തുണി എടുക്കാൻ പോണ സമയത്ത് കല്യാണിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ, അതേപോലെ തണുപ്പാ. പിള്ളേർക്കൊന്നും ഒരു വിഷയമില്ല കേട്ടോ, വിട്ടു പോയിട്ടുണ്ട്. സോ കോൾഡ്. ഭർത്താവിന്റെ കുറിച്ചിട്ട് മേധാവ് നിൽക്കണ പോലെയാണ്. വെള്ളം കുളിക്കുക ചക്കരമുദ്ര ദിലീപിന്റെ പോലെയാണോ ഇരിക്കുന്നത്, രണ്ടും പിന്നെ കയ്യിലേക്ക് പിന്നിലേക്ക് വെച്ചിട്ട്. ഇതൊക്കെ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ബൈ പറയാട്ടാ, ബൈ പറയുന്നതാ. യോ വേക്കി വേക്കി ലേറ്റി ലേറ്റി വേക്കി വേക്കി യു ലേറ്റി ലേറ്റി. വെക്കി വെക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എനിക്ക് നമ്മളെ ഏറ്റവും ചെറുതുങ്ങളാ, ബാക്കിയുള്ളവരൊക്കെ മടിച്ചുകളാ. ചുമ്മാ പിങ്ങമ്മ ഏറുമ്മ ഗോൾഡമ്മ തങ്കമ്മ. It's 7:15 now. Good morning, Ismay. Say good morning. Hello. Chumuta. Simay. Ismay. Irma. Kiko. Pinga. Pinga. Dada, Niki. Who's farting now? Two kundis farting. Kundi. Kundi. What is Kundi? അയ്യോ ദേ അമ്മയ്ക്കൊരു ഉമ്മാട്ടാ. ഇന്നലെ ഗോൾഡ് പറയാണ്, ഗോൾഡാണ് കുട്ടികളുടെ ഉടുപ്പ് സ്പീഡിൽ ഇടുകയെന്ന്. അപ്പം ഇന്നലെ ഞങ്ങൾ ഇടുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാമല്ലോ. ഇവിടുന്ന് പോവുകയാണേ, ഇവർ 3 ദിവസം ട്രിപ്പിന് പോവാം. ഞാൻ കുട്ടികളെയൊക്കെ നേരത്തെ ആക്കി കൊണ്ടുവിടുമെന്ന് ഇവൾക്കൊരു സംശയം. അപ്പോൾ ആരാണ് ഏറ്റവും സ്പീഡിൽ ഉടുപ്പിടുക? ഞാൻ ഇപ്പം നിന്നിട്ട് കോൺഫിഡൻസിനായി ഏറ്റവും സ്പീഡിൽ ഇതിനിടയിൽ ഇതിനെ ഉടുപ്പിടുക എളുപ്പിക്കാൻ എളുപ്പമല്ല, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നോട്ട് സ്റ്റാർട്ടഡ് യെറ്റ്. വാട്ട് ദ ഹെൽ സ്റ്റുപ്പിഡ് ഫെല്ലോ. 3, 2, 1 go. You start early. That's no good, my. You started early. ഇതിനോട് കളിക്കാൻ നിൽക്കല്ലേ, നീ ചീറ്റ് ചെയ്തു. നീ ആദ്യം ടീഷർട്ട് ഇട്ടു. കരയല്ലേ അതൊന്നും പറ്റില്ല, കരച്ചിലൊക്കെ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനെ മറ്റേ കാലൊക്കെ കൈയൊക്കെ പറിച്ചു എന്ന് വരും. തിരിച്ചിട്ടു. നോ യൂസ്. ആര് ഫസ്റ്റ് എത്തിക്കുന്നു? ടട്ടടേ. മ്യൂസിക് ഇടാ നിലവിളി ശബ്ദമുണ്ടോ? ലക്ഷ്മേ കോപ്പറേറ്റ് വിത്ത് മീ. ലക്ഷ്മേ come on, hurry up. Curry. No problem. That is coming. അത് കുഴപ്പമില്ല. എന്ത്? That's so cool, kids. They're having fun. Me win. You almost there. You lose 1 point because നീ ആദ്യത്തെ ടീഷർട്ട് മറ്റേ തിരിച്ചിട്ടത് കൊണ്ടാണ്. ഗായ്സ് ഇന്നലെ മോൻ പറയാതെ ഞാൻ നോക്കിയതാ. കണ്ടാ, അത് ഞാൻ ബിഗ്ഗസ്റ്റ് ബേബീനെ എടുത്തു. ടഫസ്റ്റ് വൺ എൻ്റെ പോലെയല്ല. പിന്നെ നിന്നോടമല്ല, നീ എൻ്റെ മുടിയൊക്കെ കുടിച്ച് കടിച്ചു പഠിക്കണമാണല്ലോ, നീ എൻ്റെ താടി പഠിച്ചു കൊടുക്കണമാണല്ലോ. മുട്ടാണെങ്കിൽ മുട്ടണ Thank you, Amma. I win. Not really, eh? So, ഇപ്പം നിനക്ക് കോൺഫിഡൻ്റ് ആയാ? നീ പോയി കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെ നേരത്തിന് പറഞ്ഞേക്കുന്നു സ്കൂളിലേക്ക്. സി അതൊക്കെ എനിക്കുണ്ട്. അന്ത പയർക്കട്ടോ. വേൽത്തമ്പി തളവേനെ ഞാൻ ശരിയാക്കാം. ഒരു വാളം കൊടുക്ക് കയ്യില് പിടിച്ചിന്ന് കിടങ്ങണ്ടേ. കണ്ടാ വാള് വരട്ടാടാ. ഡാടാ റമ്മ അടിച്ചിട്ടുള്ള ഒരു വാളങ്ങ് വെച്ചാടാടാ. ഇത് എവിടെ നിന്നറിയും നിനക്ക് ഇങ്ങനത്തെ ഓരോ ഉടുപ്പ് കിട്ടണേ വേൽത്തമ്പിയുടെ ഒക്കെ? കുറച്ച് ദിവസത്തേക്ക് ഗോൾഡ് ഒന്നും മിണ്ടില്ലേ ഗൈസ്. ഇതിലും ഭേദം ഇവള് മിണ്ടണതായിരുന്നു. വേറെ ഒന്നല്ല, ഇവളിപ്പോൾ കണ്ണുകൊണ്ടും കാലുകൊണ്ടും തുറപ്പിച്ച് കാണിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയുള്ളു. ഇത് എന്തൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത്? ഇത് എന്തിട്ട് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അമ്മമ്മയുടെ ഐറ്റംസ് ഒക്കെ ഇത്. കുട്ടികളെ എപ്പോഴും അങ്ങനെ പറയാം അമ്മമ്മ. അമ്മമ്മ പോയിട്ടിരുന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടാ.
കേട്ടുട്ടാ എനിക്കിന്ന് വൈകുന്നേരം വിളിച്ചിട്ട് നിനക്ക് ഇന്നെ കൊണക്കിട്ട് നിർത്താറായിട്ടില്ലെന്ന് പറയും. ടും ടാക്കറുണ്ടുണ്ടാ ടും ടാക്കറുണ്ടുണ്ടാ ടും ടാക്കറുണ്ടുണ്ടാ ടും ടാക്കറുണ്ടുണ്ടാ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഓക്കെ ഗായ്സ്, വി സീ യു ഡൗൺ സ്റ്റേഴ്സ് വിത്ത് മോട്ട. ഇവർക്ക് ആർക്കും ബോറടിക്കണില്ലേ ഈ എല്ലാ ദിവസവും ഈ തുണിക്കെട്ടിൽ ഇത് കണ്ടിട്ട് കൊള്ളേ? എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കാം. ഓക്കെ, ഫോട്ടോ ടൈം. കീപ്പിംഗ് ദാറ്റ് ലുക്സ് നൈസ്. അവിടെ നിന്ന് തലേമ സാധനം കിട്ടിയേ. പണ്ട് സുകുമാരി നേഴ്സായിട്ടിരിക്കുമ്പോൾ തലേമ സാധനം വയ്ക്കും ഊട്ടിയിലെ നേഴ്സിങ്ങിന്. ഇത് കണ്ടില്ലേ കൊള്ളേ? അങ്ങനെ ഉണ്ട്. അവളെ ഇറക്കി വിട്ടോ ദശൊക്കെ. യാ, ഗുഡ് വൺ. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. സ്കിൻ കെയർ റൂട്ടീനാണ് ഇത് തലേമ വയ്ക്കുന്നത്. ഞാൻ വെച്ച് തലച്ചോറിനുള്ളതായിരിക്കുന്നു. തലച്ചോറ് മീൻസ് ബ്രെയിനിന്. അതിന് കുറച്ച് റൂട്ടീൻ നിനക്ക് ആവശ്യമുണ്ട്. നിന്റെ ബ്രെയിൻ, നിന്റെ തലച്ചോർ. സ്കിൻ കെയർ. എന്നിട്ട് നിന്റെ ഹെയറിന്റെ മുകളിലായിരിക്കണം. അറ്റ്ലീസ്റ്റ് യു ഹാവ് സെഡ് ഹെയർ കെയർ. ഓക്കെ 8:45. ഓക്കെ, ലെറ്റ്സ്. Oh, that makes sense. Thank you for letting me know. ചിറിന് വിശക്കുണ്ടാ? ഇന്ന് ഡിഫറെന്റ് ആംഗിളിൽ നിന്നാട്ടാ മുട്ട കൊടുക്കണത്. അതെ, ഡാഡ ഇപ്പോഴും താഴെ ഇരുന്നിട്ടില്ല കൊടുക്കാറാം. എന്നാ നിന്റെ മുട്ട. പിങ്കുനി അന്ന് മുട്ട പൊരിച്ചു കൊടുത്തു. പിങ്കുവിന്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് സമയമില്ല. ഇന്നലെ ചീന്തിട്ട് അങ്ങനെ തന്നെ ഇരുന്നരുത്. കൈര് മാതല്ലേ എസ്മേ ഡോണ്ട്. നിലത്തിരുന്ന് കൊടുക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പം. ആ, പിടിക്കാൻ പറ്റണ്ടേ? ബുൾഡോഗ്. ദുർവായില്ലേ ഓൾറെഡി തിന്നിട്ടില്ല. വല്ല നിലത്തുനിന്ന് വരുത്തുന്ന. അതിനാണെങ്കിൽ മധുരത്തിൻ്റെ അവിടേക്ക് ഒരു പ്രത്യേക സ്നിഫിങ് പവർ ഉണ്ട്. കുറച്ച് മധുരം തിന്നിയാ അത് നല്ല പോലെയാ. നിന്റെ മധുരത്തിൻ്റെ ഒക്കെ ചങ്ങല ഞാൻ ഇട്ടിട്ടുള്ള കാരനാ. ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു തരി പഞ്ചസാര വരെ ബാക്കിണ്ടാവില്ല. No, it's to me because Amma gets the sweets from work. അതിൻ്റെ അമ്മ ഗെറ്റ്സ് തിങ്സ് ഫ്രം വർക്കിന്ന്. എങ്ങനെയുണ്ട്? ആ മുടി ചീന്തിട്ട് മുട്ടയിലേക്ക് തന്നെ ഉണ്ട്. നല്ല തിന്നെ എളുപ്പമുണ്ടാവും. കടാ ഈ കൊത്തി എനിക്കറിയാം എന്നെ കീക്കൊന്നെ. അവൾക്ക് കുറേശ്ശെ കൊടുത്താൽ മതി. എൻ്റെ തൊടേൻ്റെ മുകളിൽ നിറച്ച് മുട്ടയിട്ടു. കോഴിയാണേ മുട്ട ഇടാൻ. ഹലോ, ഇനി നിൻ്റെ പരിപാടി എന്നിട്ട് ആക്കിക്കോ. ഇതൊന്നും എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ തന്നെ തുടച്ച് വൃത്തിയാക്കും. ആ മുട്ടയൊക്കെ ആയിട്ട് പോ എന്നാ. സോ ഇന്ന് സൈസ് 70 ഗ്രാമിൻ്റെ എഗ്ഗ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് 870 grams എഗ്ഗ് ആൻഡ് 30 grams ഓഫ് ക്രീം. ഓൾ ടുഗെദർ 100 grams. സോ 50 grams ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, fat and egg done and dusted. Bootifulio. It's only 8 o'clock now, so that's a good feed. And in the morning they had 150 mils of milk. So beautiful. Some carbs from the milk and some fat and protein from the egg. Beautiful. Thank you. So see you after some time. പ്രിങ്ങൊന്ന് സ്കൂളിലേക്ക് പോണത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മുകളിലാണ് ഈ തണുപ്പത്ത്. നീ ഒരു ഗോപ്രോ വെച്ചിട്ട് പോക്കോ. ഇന്ന് മറ്റേ പണ്ട് കല്യാണിലേക്കൊക്കെ തുണി എടുക്കാൻ പോണ സമയത്ത് ഈ ഡോറ് തുറക്കുമ്പോൾ കല്യാണിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ, അതേപോലെ തണുപ്പാ. പിള്ളേർക്കൊന്നും ഒരു വിഷയമില്ല കേട്ടോ, വിട്ടു പോയിട്ടുണ്ട്. സോ കോൾഡ്. ഓ, ഇറ്റ്സ് കോൾഡ്. യു ആക്ട് ടഫ് വേ. മസ്റ്റ് ബി യു നോ കോൾഡ്. ഐ ആം കോൾഡ്. വെച്ചേ നീ കോൾഡ് അല്ല, ഡാഡ കോൾഡാ. ഇതാ ഞാൻ ഡോറ് തുറന്നിട്ടുണ്ട്. ഐ എം നോട്ട് ടഫൺ. ഐ എം ടഫൺ. അമ്മ നീ അവളെ വെച്ചാ? My gosh. ഉള്ളി കയറിയിരിക്കും വിക്കടി. What do you mean സാറ് വെച്ചോ? എന്നാൽ നിനക്കൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഞാൻ നിനക്ക് രാവിലെ മുട്ട പൊരിച്ചു തന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ 5 ഡിഗ്രിയാ. 5 ഡിഗ്രി 8 മണിക്ക് വെച്ചെങ്കിൽ 10 മണിക്ക് ഇത് 3 ഡിഗ്രി ആവും. ഇന്നലെ രാത്രി after some time when sun start hitting, the temperature drop, then picks up again. Watch, 5 degree now, bloody cold. No wonder. നമ്മൾ ഈ സീസണിലെ ഏറ്റവും കോൾഡസ്റ്റ് വെതറായി so far.
നോ കൊണയാടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാട്ടാ. ഞാനിതൊന്ന് ചില്ലിൻ്റെ മുകളിൽ ഫുള്ള് ഫോഗായി. പോയിക്കോനാ ഞാൻ തന്നെ തുടങ്ങാം കൊണയടി. ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞ ഒരു തണുപ്പില്ലാന്നാട്ടാ. 5 ഡിഗ്രി. ഇന്ന് ഞാൻ തന്നെ ഫ്രിഡ്ജിലെടുത്ത് ഓർക്കണേ. You know what is inside temperature of our fridge? 5 degree, 5 degrees. So you feel it's hot? Toughen up, mate, toughen up. ഇന്ന് കൊണയടി വിത്ത് പ്രിങ്ങ് കേട്ടോ. ഓ മൈ ഗാഷ്. ന്യൂസിലാൻഡിൽ പ്രത്യേകതയുണ്ട്. വിൻ്റർ ടൈമിൽ സണ്ണ് ആക്ച്വലി ഒരു കോർണർ ടു കോർണർ നേരെ മുകളിൽ കൂടെ എല്ലാം പോവാ. സോ നമുക്ക് ഈ സണ്ണ് ശരിക്കും വിൻ്ററിൽ പവർഫുള്ളായിട്ട് കണ്ണിലടിക്കും കേട്ടോ. ഓക്കെ, നോർത്ത് പോള് സൗത്ത് പോള് 2 സ്ഥലത്തുള്ള ഒരു സംഗതിയാണ്. നമ്മളിൽ കുറേ പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. സണ്ണ് ഭയങ്കര ലോ ആയിരിക്കും, രാവിലെ കഴിഞ്ഞിട്ട് വരും. അത് കാരണം സണ്ണ് കണ്ണിലടിക്കുന്നുണ്ട് വെച്ചെങ്കിൽ വണ്ടി നിർത്തണം എന്നാണ് ഇവിടുത്തെ റൂള്. വണ്ടി നിർത്തി ശരിക്കും കണ്ടാൽ മാത്രമേ ആ റോഡിലോട്ടേക്ക് വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ നിയമം. സോ ഇന്ന് രാവിലെ ഇത് കണ്ട IC കണ്ടീഷൻ പോസിബിൾ ഡ്രൈവ് സേഫ് എന്ന് എഴുതി കട്ടി. See, I know Pringo. I'm doing hunting. As soon as I get out of the house, I know the almost temperature, Pringo. This is comes from experience. Pringo scooter na 5 degree. Hey, gold. Oh, sorry guys, gold ki കൊണയടിക്കാൻ പറ്റില്ല. ഗോൾഡ് ഇങ്ങനെ കൊണയടിക്കുന്നു. ഞങ്ങളുടെ ചൈനീസ് മങ്കി ഇരിക്കുന്നുണ്ടാ. ചൈനീസ് മങ്കി അല്ല, മറ്റേ ഇത് അക്കോസേട്ടൻ, ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടോ, അക്കോസേട്ടോ എവിടെ? ഇവിടുത്തെ അക്കോസേട്ടനെ എവിടെ? അക്കോസേട്ടോ എടുക്കണ അവളെ എടുക്കണ ചുമ്മനെ. കുണ്ടമണി ഇന്നത്തിന് പായത്തിന് ഉണ്ടോ? ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി തുടങ്ങി. 4 ഡിഗ്രി ആയി. ഇപ്പോൾ 5-ന് താഴേക്ക് വന്നാൽ പിന്നെ 4-ന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഐസ് കാണിക്കുന്നുണ്ട്. കണ്ട, ഇനി കുറച്ചും കഴിയുമ്പോൾ നോക്കിക്കോ. ഡ്രോപ്പിംഗ് like that. Stop it, weather. Bloody cold. I'm telling you, are you ready to go on the bike? Yeah. Eh? That's a good challenge. You got? That's all good. Nice weather. It's gonna be cold though. Fogo. Bye. You on a medium or a lower speed? Eh? Yeah, if it is too slow, put it in the medium, okay? Yeah, okay, bye. That's the last time I was gonna Yeah. a car. Yeah. Okay, careful though. Yeah. Bye, Amma, love you. Jeez. Bye. Yeah. Too slow yada adu. You should be fine on the medium. You're not gonna get into the school in that speed. Keep going. Yeah, put in the medium. Yeah, you should be fine. Yeah. Pingo, pick up the pace. What happened? Pick up the pace. You fine, you fine. നീ പൊക്കോ, that's okay. ഭയങ്കര പേടിയാണ്. കണ്ട, അവിടെയൊക്കെ നിർത്തുക. അവള് മര്യാദയ്ക്ക് നീ പൊക്കോ. അവള് മര്യാദയ്ക്ക് പോണ. ഇന്നിപ്പോ ഭയങ്കര പേടിയാ. തണുക്കണ്ടണോ? ഞങ്ങള് പോവാട്ടാ. കോൾഡാണോ? ആ, നല്ല കാര്യം. ഭയങ്കര തണുപ്പാട്ടാ. കാരണം നോക്കിയേ, 4 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം വിൻഡ്. ഞാൻ കൈ പുറത്തേക്ക് എൻ്റെ കൈ മരച്ചൊട്ടുക. അക്കട അവ എങ്ങനെ പോണാവോ? ഗുഡ് ചാലഞ്ച് ഫോർ ഹർ. ലേൺ ദ ഹാർഡ് വേസ്. That's always good. Make her tough kiwi. I will be dropping my this cold. Tough kiwi. I'm not kiwi yet. I mean, yeah, by nationality maybe, but pure Indian breed yeah, pure Indian Dravidan can't handle any cold weather. ഇന്ന് നമ്മൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അല്ലേ?
അങ്ങനെ നമ്മൾ അധികം കാലം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടിട്ടാവില്ലേ? പണ്ടൊക്കെ ആയിരുന്നു എനിക്ക് എന്നും ഞാനിന്ന് മറ്റേ ലുക്കാ ചുപ്പി അങ്ങനെ ഒരു പാട്ടില്ലേ, ആ പാട്ടില് ഇവര് പിള്ളേരുടെ ബർത്ത്ഡേയുടെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ലെയർ ചെയ്ത് ഇങ്ങനെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഞാൻ കരഞ്ഞ് ചത്തു. ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് എന്തൊക്കെ കാര്യന്ന് എന്നാന്നോ അവര് ചാവോളം നമ്മുടെ മേല് വന്ന് കരയും. നമ്മൾ അത്രമാത്രം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാ പേരൻസും ചെയ്യും. എല്ലാ പേരൻസും ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മള് പിങ് വരുന്ന സമയത്ത് നമ്മള് രണ്ടുപേരും ഒരു പിങ് വരുന്ന സമയത്ത് എനിക്ക് ഒരാൾക്കൊരു ബ്രേക്ക് ഉണ്ട്, മറ്റേ ആള് തന്നെ താനെ ചെയ്യും. അങ്ങനെ ഇത് പക്ഷെ എനിക്ക് ആക്ച്വലി അത് കണ്ടിട്ടല്ല കരച്ചില് വന്നത്. എനിക്കന്ന് മറ്റേ അപ്പൊ നമ്മൾ അത്രയും ഹാർഡ് വർക്ക്, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് 365 days അല്ല അതല്ല, എനിക്ക് അതല്ല സങ്കടം വന്നത്. എനിക്ക് ആക്ച്വലി നമ്മളെ എസ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് നീ അവളെ തന്നെ ഇടിക്കാതെ പറയുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. അതൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. ആ ആംബുലൻസിന്റെ അതിലെ കൂടെ നടന്ന് ഇങ്ങനെ പോകാൻ നേരത്ത് ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പറഞ്ഞുള്ളൂ ഞങ്ങൾ ഇതിലൂടെയാണ് പോയെന്നൊക്കെ പറഞ്ഞ്. അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ അവറ്റങ്ങൾക്ക് ആ ഒരു നന്ദിയില്ല പിള്ളേർക്കേ. ഏരിയയുടെയൊക്കെ വരവ് കണ്ടിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടേ വരും. ഭയങ്കര കർത്താവിന്റെ കുറിച്ചിട്ട് മേധാവ് നിൽക്കുന്ന പോലെയാണ്. ഒരുത്തി പിന്നെ ഫുള്ള് കാട്ടിലുമ്പോ നടത്താ പിങ്ങും അവളും എസ്മയും ഫുള്ള് ഇതിനിടയിലും വിളിച്ച ചൊമ്പര് പാന്തില് എന്തൊക്കെ ഇന്നലെ രാത്രി പോയാ. ഇന്നലെ രാത്രി നിന്റെ കാലിന്റെ അവിടേക്ക് വന്നു. 4:55 ഞാൻ എഴുന്നേറ്റിട്ടു ഇതിന്റെ നടത്തം കാരണം. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് കൊണ്ട് കെടുത്തി, നിന്റെ അടുത്തേക്ക് നിന്റെ സൈഡിലേക്ക് തിരിച്ച് കെടുത്തിട്ട് ഞാൻ പുതപ്പ് തലയും കൂടി ഇട്ടിട്ട് കാണാതിരിക്കാൻ ഞാൻ അപ്പൊ ഫോണിന്റെ ലൈറ്റ് കാണുമല്ലോ. എന്നിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ട് എന്തോ മെസ്സേജ് ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഉറക്കവും വരുന്നില്ല. ഞാൻ നോക്കുമ്പോ എന്റെ തലയാൻ ഒരാൾ തോണ്ടിരുന്നു. അതെ 5 മണി വെച്ചിട്ട് പാലിന്റെ ലക്ഷം തരിക. ഞാൻ മിണ്ടാണ്ട് കുറച്ചേരം ഇരുന്നു. പുള്ളിക്കാരി അവിടെ തന്നെ പോയി കിടന്നു. എന്നിട്ട് ഞാൻ എന്തായാലും മൂത്രം വയ്ക്കാൻ മുട്ടുണ്ട്, കൊന്നേരെ ഹോൾഡ് ചെയ്ത് ഞാൻ മൂത്രം വയ്ക്കാൻ വേണ്ടി എണീക്കല്ല കയറുന്ന അപ്പൊ കണ്ടിട്ട് സാക്കിർ ഹുസൈന്റെ പോലെ അതിന് തിന്നാടെ ഇപ്പൊ പാലെടുക്കും, നാളെ ഇപ്പൊ പാലെടുക്കും. എന്താ പൊന്നെ, അത് 6:15 പാല് കുടിച്ചേ? 5:15 അല്ലല്ല 5:45 അല്ലല്ല 5:45 5:30 5:20 ഞാൻ സമയം നോക്കിയായിരുന്നു. നിന്റെ സമയം നോക്കാൻ നീ കുറച്ച് പഠിക്കാനുണ്ട്. ഇപ്പൊ നിന്റെ സമയമൊക്കെ കറക്റ്റ് പോകണ്ട്, എന്റെ സമയമാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ഉറക്കമില്ല. പാട്ട് പാടുമ്പോഴും വയ്ക്കുമ്പോഴും അമ്മ മൊത്തം ലൂക്കാ ചുപ്പി മനക്കൊഹി ഹിന്ദിയിലുണ്ട് ഒരു പാപ്പയും വേണ്ട. പാപ്പ കെഹത്തി മടുത്തു. തലപ്പൊള്ളി എന്റെ തല. ഞാൻ പോയിട്ട് ജിമ്മിന് പോയിട്ട് മസിൽ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ. ഇപ്പൊ ഒരു റിലാക്സേഷൻ ഉണ്ട്. നിനക്കുണ്ടോ? കാർഡൊക്കെ ചെയ്താ നമ്മുടെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരാൾ വരരുത്. എവിടെയായിരുന്നു ഇന്നൊരു കാർഡോട് ചെയ്തിട്ടായിരുന്നു. എവിടെയത് ഞാൻ അതിൻ്റെ ഒപ്പം കാണിക്കട്ടാ. ജൂൺ 20-ാം തീയതി നിങ്ങൾക്കത് കിട്ടുമ്പോൾ 20-ാം തീയതി കഴിയും. അത് ഉറപ്പ് വരുത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വന്നു. ബട്ട് താങ്ക് യു ഫോർ യുവർ ഓൾ ദ ബ്ലെസ്സിങ്സ് ത്രൂ ഔട്ട് 1 year. You guys been really good. Watching us every day. It's very lovely. Lot new people watched our video after ഈ twins ഒക്കെ വന്നതിന് ശേഷം. So we are so ഇന്നലെ കണ്ട് ഞാനൊരു മെസ്സേജ് ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് അവരുടെ വീഡിയോ കാണണമെന്നും പറഞ്ഞുണ്ട്. Yeah, so thank you. You guys are really good, like all other guys. Thank you very much. Beautiful. See you after gym. After June? Gym. And അങ്ങനെ ഫൈനലി നമ്മുടെ മദ്യം ഇന്ന് നമ്മുടെ കപ്പലിൽ മദ്യം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ന്യൂസിലാൻഡിൽ ലാൻഡ് ആയിട്ടാ. എനിക്ക് ഇമെയിൽ വന്നു. പട്ടികൾ എത്ര കൊലയെന്ന് അറിയും. ഒരു കൊല്ലം കഴിഞ്ഞ് കൗസല്യ സുപ്രത രാമപൂർവ വെയിറ്റ് ഓഫീനില്ല. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. എന്തിനാ? ഒരു കാര്യത്തിന് അങ്ങോട്ട് തിരിഞ്ഞേക്ക്. വെയിറ്റ് ചെയ്യുന്നേ എൻ്റെ അമ്മോ. ഇവിടെ ക്യാമറ മറ്റേ വെള്ളം എന്തിനാ കുടിക്കാൻ? എന്തിനാ വെള്ളം കുടിക്കണേ? മോൻ വെള്ളം കുടിക്കാൻ. മോൻ വെള്ളം കുടിക്കുന്നുള്ളതിനുള്ള പ്രൂഫ്. ഓ അതോ? അതവർ തമാശക്ക് പറഞ്ഞത്. നീ എന്റെ ഓഡിയൻസിനെ പറ്റി അങ്ങനെ അല്ല, മോൻ വെള്ളം ഒരു തുള്ളി കുടിച്ച് കാണിച്ചു കൊടുക്ക്. ഓക്കെ നോട്ടെ. നേരത്തെ ഓർത്ത ആവശ്യം മറന്നുപോയായിരുന്നു. ഞാൻ ഓർത്തില്ല. This is because of her. She's teasing you fellas. Not good.
മോൻ വെള്ളം കുളിക്കുക ഇഷ്ടം. കുളി സോറി, എനിക്ക് മൗത്ത് അൾസർ വന്നിരിക്കുന്നു. അത് തന്നെ ഇപ്പൊ കുടിക്കാൻ കുളിക്കുന്നു. വെള്ളം മോൻ എന്റെ അത്ര ഞാൻ കുടിക്കുന്ന അത്ര ഒന്നും ഞാൻ വെള്ളം കുടിക്കാൻ മറക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ബിസിയാണ് ഗൈസ്. ഐ ഡൂയിങ് ദിസ്, ഐ ഡൂയിങ് ദാറ്റ്, സോ ഐ ബിസി ഫള്ള. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ്. സമ്മറിനാകുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ജിമ്മ് അങ്ങനെ ഇടയിലൊക്കെ വെള്ളം കുടിക്കും. പിന്നെ ഞാൻ ഒരു ദിവസം 3 കാപ്പി കുടിക്കും. അപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും എനിക്ക് ആ വയറുവേദന പോയിട്ടില്ല എൻ്റെ ഇതിൻ്റെ UTIയുടെ. ഞാൻ വീട്ടിലുള്ള ദിവസം കുറവാണ്. ഓഫീസിലാണെങ്കിൽ കുപ്പിയിൽ വെള്ളം കുടിക്കും. ഓ, അല്ലെങ്കിൽ ഇവിടെ നാക്കി കുടിക്കുന്നത്. നീ നായ ഓ ശരിയാ, നല്ല നീറ്റുണ്ട്. അഗെയിൻ സെയിം. എൻ്റെ ഗോ ടു ഫുഡ് ഇന്നത്തെ എന്താണ്? കുറച്ച് ബർഗർ. സോ ഞാൻ ആക്ച്വലി ഗോൾഡ ബർഗർ കഴിക്കുന്നത് വിചാരിച്ചത്. പക്ഷേ ഗോൾഡ 4 മുട്ട പൊരിച്ച് കഴിച്ചു. സോ 140 gram ബർഗർ പാറ്റി വിത്ത് 2 bacon. So all about 200 grams. Pretty much 60 grams of protein. 2 slices of bread. That is too much bread actually. പക്ഷേ yeah, little bit of a sauce. So it's a heavy calorific food, little bit. But this may be only one carb I am going to eat for today. And the junk food. Beautiful. ആ ബേബ് എന്ന് പറഞ്ഞ ആന്റി എന്നല്ലേ അവന്റെ പേര്, പുള്ളിയുടെ പേര്. പുള്ളിയൊക്കെ മലയാളിയായിരുന്നെങ്കിൽ എന്തോരം ആൾക്കാർ ചീത്ത വിളിച്ചേനല്ലേ. ഏത് നേരം പുള്ളി ഇങ്ങനെ കുക്ക് ചെയ്ത് നടക്കുന്നതിന്. എന്നാലും പുള്ളിക്കാരി അവിടെ ഇരിക്കല്ലേ. എനിക്ക് വിഷമൊന്നുമില്ല. അല്ല, പുള്ളിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ, പുള്ളിക്കാരിക്ക് ചീത്ത കേൾക്കൂല്ലോ. ഗോൾഡിലെ പണിയെടുക്കണില്ല എന്നൊക്കെ നോക്കി. ഞാൻ സത്യം പറയില്ല, ഞാനിവിടെ വെറുതെ പറയുന്നതാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും. എനിക്കിഷ്ടമാണ്. എനിക്ക് ഏത് നേരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരിക്കലും വെറുതെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ കുക്ക് ചെയ്യും, അത് ചെയ്ത്. ഗോൾഡ് ഓൾസോ ഡു ദ സെയിം തിങ്. ഗോൾഡ് ഗോ ടു വർക്ക്, കം ബാക്ക്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച് ഞാനെങ്ങനെയെന്നാ കുട്ടികളുടെ ഉടുപ്പ്, നാപ്പി സാധനങ്ങൾ ഓർഡർ ചെയ്യല്, മേടിക്കല്, അവരുടെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് ചെയ്തില്ല, ചെയ്യുന്നത് ഗോൾഡ് ചെയ്യും. പിന്നെ ഗോൾഡേനെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ടീസ്, ഐ ലൈക്ക് ഹർ ലൈക്ക് ദാറ്റ്, യു നോ. ഗോൾഡ് കംപ്ലീറ്റ്സ് മീ. And once she leave, somebody else completes me. Don't worry, honey, I'm not going to give up on one woman. Yeah. I need to sustain and to look after my kids also, you know. When I leave, you do the same. That's all good. Yeah. You want to do it now? Nice girl going outside. Girl onnuilla. See, straight away. My eyes are looking somebody else. ഫുങ്സുക്ക് വാങ്ങടു. ആ 3 എണ്ണങ്ങൾ വന്നാൽ എനിക്ക് വാ തുറക്കാൻ പറ്റില്ല. പ്രിങ്ങുവിൻ്റെ കണ്ണ് ഇങ്ങനെയാ ഓൾറെഡി. Dada, where are you looking? That girl is not good. Not good. Fungsuk. ഇങ്ങനെ. She is very deadly, guys. You don't even know. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദിവസം മെസ്സേജ് അയച്ചിട്ട് പ്രിങ്ങു അടിപൊളിയാണ്, അമ്മ ഇതാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടിയിൽ പ്രിങ്ങു രാത്രി മെസ്സേജ് ഇരുന്ന് വായിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായി എന്നെ മടി എന്നിട്ട് പറഞ്ഞേ, ഓ ബ്രോയ്, യു ഡോണ്ട് ഈവൻ നോ മൈ ഈവിൾ സൈഡ് ബ്രോ. ആരും നിങ്ങളോട് യു ഡോണ്ട് ഈവൻ നോ മൈ ഈവിൾ സൈഡ്. ഇതൊക്കെ എവിടെ അടിച്ച് വിടറോ ഈ ഇട്ട് പൊടി. എന്നാലും ഒരു സന്തോഷമായിരുന്നു. Because people support her, you know. How was it? Good ആയിരുന്നാ? അടി ഭയങ്കര ഹെവിയാണ്. ഡോർ പൊളിയോ, അതിൻ്റെ അടി പറയുന്നു. അത് പൊക്കി എടുത്ത് വയ്ക്കുക പ്ലീസ്. ലിഫ്റ്റ് ചെയ്തെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അത് അടി അതിൻ്റെ മുറി മോനെ. അത് ഭയങ്കര ഹെവിയാണ്. അത് 20 കിലോ അങ്ങനെയല്ല പിടിക്കുക, ആ പ്ലാസ്റ്റിക്കുമ്പോൾ വേണം പിടിക്കാനായിട്ട്. ഓക്കെ, ഹൗ വാസ് ഇറ്റ്? ദാറ്റ്സ് ഗുഡ്. ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നിനക്ക് തണുത്തില്ലേ? Yeah, and then when I got to school, I'm like, you know, I have to hold this to go. And then I stopped, and then I felt it was really numb. നമ്മയാ, നീ എന്തിനാ ഇടയിലിടയിൽ നിർത്തിയിട്ട് ഉന്തണേ? നീ ഉന്തൊന്നും വേണ്ട, വണ്ടി ഒരു സ്ഥലത്തെത്തിയിട്ട് സ്ലോ ഡൗൺ ചെയ്യാം. നീ ഓരോ because I thought there was gonna be a car coming. Nah, so you wait, then you start back again. I mean, ഉന്തനോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. You take your time to think it out, but yeah, വേറെ കിഡ്സ് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ.
Yeah, they had a bike. They didn't have this. Oh yeah. And teachers was alright? There was no teacher. ആരും കണ്ടില്ലേ ഇത്? But you are alright? Yeah. Confident? Yeah. Okay. Yeah, Pupinilla, when we were coming, he keeps on looking at me and my friend. He's like, I'm like, and then she's like, hi. And I'm like, hi. അപ്പൂപ്പനാ? Yeah. എന്താ? He's so scary. He like, the way when we're coming, he's like, oh, ഇവനാണെന്ന് വിചാരിക്കാം. ഇവനാന്ന് വിചാരിച്ചു. And we're all at that couch, okay? And then we're coming, he's still looking at us like that. And then we come, and then he's like, Old man? Indian fella? yeah. And he's like, Punjabi. And I'm like, and then Elaine, my friend is like, hi. And I'm like, hi. That's alright. People say hello to you. So scary. Why? നിനക്ക് റോഡിൽ കാണാൻ എല്ലാവരും നിന്നെ സ്കെയറി ആവണമെന്ന് വെറുതെ നിന്നെ തിന്നാൻ വരുന്നവരല്ല എല്ലാവരും. It's good to be vigilant, but it's not good to be scared. That makes sense? You need to be aware, but you shouldn't be scared. That's alright. People say hello, that's a good thing. Two boys, like I was passing them, and my friend was too. And then the boy just left my friend, and then two boys. And then the boys keep on looking at me. Oh. And then I'm going. They're like Boy from your school? No, teenagers. And they're like going like around. I don't know. Maybe they're in 20s or something. And then I'm going, and the boy beside him, he's like, അപ്പൊ നീ റോഡ് കൂടെ പോകുമ്പോ ആരെയും നോക്കില്ല കണ്ണടച്ചിട്ടാ പോണേ? No, like I don't look at that person. I don't make eye contact. Okay, how come then you saw them? They're turning around, look ചെയ്ത്. I look behind, and they're also looking behind me. അപ്പൊ നീ എങ്ങനെ തിരിഞ്ഞു നോക്കിയോണ്ടല്ലേ കുട്ടി കണ്ട്? After I saw. നീ ഐശ്വര്യാണല്ലോ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുക അല്ലേ? നീ നോക്കണ്ട എങ്ങനെ നിന്നെ നോക്കിന്ന് നീ കാണണേ? ചോദിക്കുക. I'm just asking. What do you mean? If you don't look somebody, how come you know they are looking at you? You already knew he turned around, had a look, and how do you... No, because I turned around and he also turned around the same time. Yeah, so you both are looking. Isn't it? Okay, get changed now and coffee time. I'm gonna sleep. Bye. നമ്മൾ ഇന്നലെ മേടിച്ച പോർക്ക് ഇതാണ് ഡിന്നറിന്. ഞാൻ കുറച്ച് സോയ സോസും ഉപ്പും ഓയിലൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 1 hour to 1.5 hours ആൻഡ് ഡിന്നർ റെഡി. നിങ്ങളെല്ലാവരും എയറുടെ കൂട്ടുകൂട്ടോട്ടാ. എയർ എന്റെയും കൂടുതൽ അടുത്തേക്ക് വരുന്നില്ല. അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഞാൻ വരുന്നില്ല എന്ന് ഭയങ്കര കരച്ചില്ല ഞങ്ങൾ എടുക്കുമ്പോൾ. ആണോ ഐറ? ദയവ് ചെയ്തിട്ട് വീട്ടിൽ വന്നാൽ എൻ്റെ അടുത്തേക്ക് മറ്റേ അള്ളാനെ വിളിച്ചിട്ട് വരായിരിക്കോട്ടെ. എനിക്കത് പറയാണല്ലോ. ഇവിടെ നിന്നാൽ മതി കുട്ടി. എനിക്കിൻ്റെ ചുമുണ്ട് ഇല്ല റച്ചമ്മ. ഏറെ അവിടെ നിന്നറ നീ പറഞ്ഞിട്ടടാ. ഇപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ കസ്റ്റർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റർഡിൻ്റെ മെയിൻ ആൾ അങ്ങനെ ഒരു വൈ നീ കിട്ടി ഞാൻ തന്നെ കസ്റ്റർഡ് വേണോ നിനക്ക്? എന്തെന്ന്? ഹലോ ചക്കരമുത്തല ദിലീപിന്റെ പോലെയാണോ ഇരിക്കുന്നത്? രണ്ടും പിന്നെ കയ്യിലേക്ക് പിന്നിലേക്ക് വെച്ചിട്ട് ഉണ്ണ നമ്പിനാലോ ഉമ്പിനാ അല്ലേയാ? അവളെ എടുക്കണ്ട അവളെ അവിടെ ആക്കി വണ്ടിയില്ലേ. നിന്നായിട്ടുള്ള കൂട്ടിനെ വെട്ടി ഞാൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. പിങ്ങു കൊണ്ടുമണി പിടിച്ചോ. ഇന്ന് കൊണ്ടുമണി വന്നില്ല. അതിനെടുക്കണ്ടേട്ടാ. അവളെ ഇത് വന്നില്ല. എനിക്ക് വേണ്ട മതി. അയ്യോ മതിയേ. അയ്യോ നമ്മുടെ പോർക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇന്ന് കുറച്ച് ഡാർക്ക് കളർ കൂടുതലുണ്ട്. ദ വൺ റീസൺ ഈസ് ആക്ച്വലി നമ്മളിന്ന് ഡാർക്ക് സോയ ഉപയോഗിച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ മുകളിൽ. സെക്കൻഡ് റീസൺ നമ്മൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാനിത് തീ കൂട്ടി വെച്ചു. ഈ സൈഡ് കുറച്ച് പൊങ്ങിയിരിക്കണ കാരണേ ഈ സൈഡിലേക്ക് ഗ്രില്ല് ഓപ്ഷൻ കൂടുതലായി. പക്ഷേ ദാറ്റ് ഈസ് ഓക്കെ. നമുക്കിത് ചുരണ്ടിക്കളയാം. ദാറ്റ്സ് ദ വേ ഏഷ്യൻസ് ആക്ച്വലി ഡു ഇൻ ദെയർ തന്തൂർ. റെസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു റെസ്റ്റ് ദിസ് പീസ് ഫോർ അറ്റ്ലീസ്റ്റ് 20 minutes. So let it be here. After 20 minutes we eat our dinner. Now my coffee time. kodakara kuttiyolikku custard. Oh my gosh, endo biska. എന്താ ഇവിടെ ബഹളം? വേണ്ടേ വേണ്ട ചില ഗോഷ്ടിക്ക് ഉണ്ട്. കണ്ടാ
ഫസ്റ്റ് ബാച്ച് അതാ കാണിക്കാണ്ട് അതിന് പറ്റില്ല. ആദ്യമേ തന്നെ തല ആട്ടിയിട്ട് ഒന്ന് തുപ്പും, ഇനി തിന്നും. ഇതാണ് വേട്ടം വളർത്തിയത്. മനസ്സിലായില്ലേ? ഫുള്ള് സംശയ രാജാവാണേ. ഓ മൈ ഗോഷ്. തമ്പി സന്തോഷം അടിച്ചു. കസ്റ്റഡ് ഇതിപ്പോൾ 150 ഗ്രാം ടോട്ടൽ കസ്റ്റർഡ് ആണ്. കഴിഞ്ഞ തവണ ഞാൻ കസ്റ്റർഡ് ഉണ്ടാക്കിയപ്പോൾ കസ്റ്റർഡിൻ്റെ അകത്ത് ഷുഗർ, അതുപോലെ തന്നെ ഒരു തരി ഉപ്പ്, ബാക്കി ക്രീം, മുട്ട ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് അയച്ചു, നിങ്ങൾ കുട്ടികൾക്ക് ആഡഡ് ഷുഗർ കൊടുക്കാൻ പാടില്ല, 1 ഇയറിനേക്കാളും കുറവായ കുട്ടികൾക്ക് ആഡഡ് ഷുഗർ ചേർക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വീണ്ടും ഷുഗർ ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞാൽ കൂട്ടാക്കുന്ന ജാതിയല്ല ഞാൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ 3 കോഴിമുട്ടയുടെ മഞ്ഞ, 120 ml ക്രീം, 5 ഗ്രാം ഷുഗർ, ഒരു പിഞ്ച് സോൾട്ട്, ഒരു ലേശം വാനില ഇട്ടിട്ട് നമ്മുടെ ഡബിൾ ബോയിലറിൻ്റെ മുകളിൽ കൃത്യമായിട്ട് 3 മിനിറ്റ്. കാരണം കഴിഞ്ഞ തവണ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ എഗ്ഗ് എങ്ങനെയാണ് വേവുക എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 3 മിനിറ്റിൻ്റെ ക്ലോക്ക് കാട്ടിയിട്ടില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. 120 ml എടുക്കുക, നമ്മുടെ പോണി വെക്കുക, പോണിയുടെ മുകളിൽ വെള്ളം തിളയ്ക്കുക, അതിൻ്റെ മുകളിൽ അത് കറക്റ്റ് കവറാവണ ഒരു പാത്രത്തിൽ നിങ്ങൾ ഈ കസ്റ്റർഡ് വേവിക്കുമ്പോൾ 75 ഡിഗ്രി ആൻഡ് എബവ് കസ്റ്റർഡ് ടെമ്പറേച്ചർ ആയ ഇറ്റ് ഈസ് കുക്ക്ഡ് ആൻഡ് സേഫ് ടു സെർവ്. ദാറ്റ് ഈസ് കോൾഡ് വെൽ കുക്ക്ഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ടെമ്പറേച്ചർ കാട്ടിയില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ 3 മിനിറ്റിൽ ഉണ്ടാക്കി നോക്കി ആ ടെമ്പറേച്ചർ ആവുന്നുണ്ടോ എന്ന് നോക്ക്. ഇനി ഷുഗറിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഒരു കുഞ്ഞിന് നമ്മൾ ഒരു നേരത്തെ ഫുഡ്, അതായത് 100 ഗ്രാം റാഗി കുറുക്കി കൊടുക്കുക എന്ന് വിചാരിക്കുക. ഈ റാഗിക്കകത്ത് ഷുഗർ ആൻഡ് കാപ്സ് നമ്മൾ ആഡ് ചെയ്യണില്ല, അതായത് ഷുഗർ നമ്മൾ ആഡ് ചെയ്യണില്ല. റാഗിയുടെ ഉള്ളിൽ കാപ്സ് ഉണ്ട്, വിച്ച് ഈസ് ഷുഗർ. 100 ഗ്രാം റാഗി കുറുക്കിയാൽ എത്ര ഗ്രാം ഉണ്ടായിരിക്കും കാപ്സ്? മിനിമം 15 മുതൽ 20 ഗ്രാം ഉണ്ടാവും. 15 പിടിച്ചോ ഒരു കണക്കിന്. ഇനി നമ്മൾ ആപ്പിൾ പ്യൂരി എടുത്തോ, 15 ഗ്രാം ഷുഗർ ഇല്ലേ? പംകിൻ പ്യൂരി എടുത്തോ, 15 ഗ്രാം ഷുഗർ ഇല്ലേ? ഗോതമ്പ് കുറുക്കിയതെടുത്തോ, 15 ഗ്രാം ഷുഗർ ഇല്ലേ? എന്നാൽ നമ്മൾ ഈ എടുക്കണ നമ്മുടെ കസ്റ്റർഡിൻ്റെ അകത്ത് എത്രയാണ് ഷുഗർ ഉള്ളത്? നമ്മൾ 5 ഗ്രാം ഇട്ടുള്ളത്. ഞാൻ 15 ഗ്രാം ഇട്ടു എന്ന് വിചാരിച്ചോ. 150 ഗ്രാം പ്രോഡക്റ്റിൽ 15 ഗ്രാം ഷുഗർ ഇട്ടാൽ 100 ഗ്രാമിൽ 10 ഗ്രാമേ പഞ്ചാരയുള്ളൂ. ഇനി ബാക്കിയുള്ള ക്രീമിൽ 2 ഗ്രാം ലാക്ടോസ് എടുത്താൽ 12 ഗ്രാമാണ് ഈ കസ്റ്റർഡിൻ്റെ അകത്തെ ഷുഗർ. അത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കൊടുക്കുന്നതിൽ ഈ ഷുഗർ ഇല്ലേ? പിന്നെന്താ വ്യത്യാസം? സയൻസിനെ നമ്മൾ എന്താ വെച്ചാൽ എല്ലാ ഈ ഫേസ്ബുക്കിൽ കൊണ്ടുവന്ന് കമത്തിയിട്ട് എല്ലാത്തിലും നമ്മൾ ഈ പീഡിയാട്രിഷ്യൻ വന്നിട്ട് പറഞ്ഞു ആഡഡ് ഷുഗർ. യെസ്, അവരെന്തുകൊണ്ടാണ് ആഡഡ് ഷുഗർ കൊടുക്കരുതെന്ന് പറയേണ്ട പ്രധാനപ്പെട്ട കാരണം അറിയോ? നമ്മൾ കൊടുക്കണതിൽ ഒരുപാട് ഷുഗർ ഉണ്ട്. ഒരു കുഞ്ഞിന് അമ്മപ്പാലിൽ നിന്ന് തന്നെ ഒരു പെർ സെർവിങ്ങിൽ ഓൾമോസ്റ്റ് 7 മുതൽ 10 ഗ്രാം ഷുഗർ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ലാക്ടോസ്. ഒരു കുട്ടി, 1 വയസ്സിന് താഴെയുള്ള കുട്ടി ഒരു ദിവസം ചുരുങ്ങിയത് 700 ml എങ്കിലും പാൽ കുടിക്കും. 100 ml 5 ഗ്രാം വെച്ച് കൂട്ടിയാൽ തന്നെ 35 ഗ്രാം ഷുഗർ അമ്മപ്പാലിലുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നതിലൊക്കെ കാബ്സ് ഉള്ളത് കൊണ്ട് ആ കാബ്സും ഷുഗറും ആ മെയിൻ ഫീഡിലും വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കടയിൽ നിന്ന് ലഡുവും ജിലേബിയും ഒന്നും മേടിച്ചിട്ട് ഈ എല്ലാ കുട്ടികൾക്കും കൊടുക്കണ്ട എന്ന് മനസ്സിലാക്കിയ സയൻസ് അങ്ങനെ പറയുന്നതിനെ ഒരു നേരത്തെ ഒരു കസ്റ്റഡ്, അല്ലെങ്കിൽ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞ് ചിലപ്പോൾ ആകെ കഴിക്കുക ഒരു 10 പോർഷൻ ഓഫ് കസ്റ്റർഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അമ്മൂമ്മ ഒരു ലഡു കൊണ്ടുവന്നിട്ട് ആ ലഡുവിൻ്റെ ഒരു കുഞ്ഞ് പീസാണ് ഒരു കുഞ്ഞ് കഴിക്കുക. അപ്പോഴേക്കും നമ്മൾ ആരുടെ കുട്ടികളും മരിക്കില്ല കേട്ടാ, നമ്മൾ പേടിക്കണ്ട. ഓക്കെ, അതല്ല ഇവിടെ ഒരു പീഡിയാട്രീഷ്യനും പറയണത്. സയൻസ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഷുഗർ, ആഡഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ഷുഗർ കിട്ടുന്നുണ്ട്. ഈ സിനാരിയോയിൽ ഇവർ ടോട്ടൽ ഷുഗർ കുറവ് കഴിക്കണവരാ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട സയൻസിനെ. ടോട്ടൽ ഇവർ എന്തോരം ഷുഗർ കഴിക്കുന്നുണ്ട്, ടോട്ടൽ എന്തോരം കാപ്സ് കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഇവർ ഒരു ദിവസം ഷുഗർ ഇട്ടു, ഇവർ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് ഒന്നും കഴിക്കുന്നില്ല. ഡിന്നറിന് ഇത് മാത്രമാണ്. അപ്പോൾ ഇവർ ഒരാൾ നോക്കിയാൽ 150 തന്നെ കഴിച്ച് തീർത്തിട്ടില്ല. ബിക്കോസ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇത് മുഴുവൻ കഴിച്ചാൽ തന്നെ 75 ഗ്രാമേ ഉള്ളൂ. ശരിക്കും ഇവർക്ക് 2 ഗ്രാമേ ഷുഗർ ഉള്ളൂ. 3-4 ഗ്രാം ഇനിയിപ്പോൾ ക്രീമിൻ്റെയും കൂടി ചേർത്താൽ അപ്പോൾ ഇവരുടെ ഇന്നത്തെ ഒരു പോർഷൻ്റെ കാപ്സോ ഷുഗറോ കയറുന്നുണ്ടായില്ല. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ആഡഡ് ഷുഗർ ഒരു തരി കഴിച്ചുകൊണ്ടും ഒരു തരി ഉപ്പ്. ഇവർക്ക് സോഡിയം വേണം.
ഈ കടയിൽ നിന്ന് കിട്ടുന്ന ചിപ്സ്, പൊട്ടറ്റോ, സ്നാക്കുകൾ സാധനങ്ങളിലൊക്കെ സോഡിയം, നമ്മുടെ ചിക്കൻ സോൾട്ടൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് ഇവിടെ കൊക്കക്കോള, 1.5 വയസ്സായ കുട്ടിക്ക് കൊക്കക്കോള പാലും കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൊടുക്കാതിരിക്കാൻ ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങളൊരു കുട്ടി 6 മാസത്തിൻ്റെ ഇടയിൽ ഒരു തരി ഷുഗർ വെച്ചെന്ന് വെച്ചിട്ട് don't get panic guys. And you've been watching my videos for last 7 years. ഈ വീട്ടിൽ ഷുഗർ കുറവേ ഇല്ല. Yeah. So easy. There's nothing wrong in it. They can have little bit. Total intake നോക്കുക, അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. അല്ലാണ്ട് ഒരു തരി അപ്പോഴേക്കും സയൻസ് ആയിട്ടൊരു ഷുഗർ, nothing will happen. Let's see what happens. Okay? They can't even finish. മതിയായി. They're full because of the egg yolk. Thank you. After eating നല്ല രസമുണ്ട്. അപ്പുറത്ത് ബാക്കിൽ മാനിന്റെ കൊമ്പ്, ഇവിടെ 2 മാനുകൾ കുത്തുകൂടണ പോലെയുണ്ട് ഗോൾഡ്. നോക്കിയേ. See, they know the training now. ഇങ്ങനെ തന്നെയാണ് കേട്ടാ. പ്രിങ്ങുവിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പ്രിങ്ങു ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങണത്. You remember that? ഡാഡയുടെ കൈൻ്റെ മുകളിൽ ഡമ്പലൊക്കെ നിന്റെ തലയമ്മ കൊണ്ടത്. ബട്ട് നൗ ഐ വാണ്ട് വാച്ച് ഇറ്റ്. നിന്റെ തലയമ്മ ഒരെണ്ണം കിട്ടണതിൻ്റെ കുറവുണ്ടായിരുന്നു. എൻ്റെ ആക്ച്വലി ഇന്നത്തെ ജിം സെഷൻ കഴിഞ്ഞതാണ്. ബട്ട് ഐ എം ജോയിനിങ് വിത്ത് ദീസ് ഫോളോസ്. ഇന്ന് എനിക്ക് ബാക്കിൻ്റെ എക്സസൈസ് ആയിരുന്നു. ഐ ഡിഡ് ബാക്ക്. എക്സസൈസ് അല്ലേ, തലയമ്മ കൈ വെച്ചിട്ട്. ഇതാണ് ഞാൻ ഇന്ന് രാവിലെ കാണിച്ചു തന്നത്. ആളെ പഠിച്ചോനെ. ഇതൊക്കെ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ബൈ പറയാട്ടാ. ബൈ പറയുന്നതാ. There we go, our pork. ഇതിന്റെ സെന്റർ ഭാഗം ഇന്ന് ക്രിസ്പി ആയിട്ടില്ല കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് ആയിട്ടാ. 20 മിനിറ്റ് അല്ല, ഏതാണ്ട് ഒരു 1-1.25 മണിക്കൂർ റെസ്റ്റ് ആയി നമ്മുടെ പോർക്ക്. നമ്മുടെ പോർക്ക് തിന്നാനായിട്ട് നമ്മുടെ 2 പിള്ളേരും കസ്റ്റഡി കഴിഞ്ഞിട്ട് കൂടി ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് നിറച്ച് സമ്മാനങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഗോൾഡിലെ ഈ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് സന്തോഷമായിട്ട് കണ്ടു. ഇനി ബാക്കിയുള്ളപ്പോ എന്താ സന്തോഷം വരാൻ ഞാനല്ലേ? ഇവിടെ നമുക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവന്ന് കേരള സ്റ്റൈൽ ഉടുപ്പായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വന്ന ഗസ്റ്റ് വന്നത്. ഇനി ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് വന്നോളൂ, എന്നാലേ ഗോൾഡയുടെ മുഖത്തിന് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിന്നറാണ്. ഇത് എല്ലാവർക്കും തികയില്ല, ബട്ട് കുറച്ച് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ടേസ്റ്റ് ആൻഡ് ലെറ്റ് മീ നോ പ്ലീസ്. പറയാൻ പറഞ്ഞു, വേറെയും കുറേ സാധനം കൊണ്ട് ഒരു ലോഡ് RTD റെഡി ടു ഡ്രിങ്ക് കള്ള്. ഞാൻ അങ്ങനത്തെ മിക്സ് കഴിക്കില്ല കേട്ടാ. നീ ഇവിടെ ഇരിക്കണ്ട, കണ്ട ബുംബാങ് മാത്രം അടിക്കുള്ളൂ. ഇതിന് എല്ലാ വീഡിയോയിലും കുപ്പി ആണാ മതി. ഓക്കെ, ഹാവ് എ ടേസ്റ്റ് ആൻഡ് ലെറ്റ് മീ നോ. I put some sour cream. വേറെ ഉണ്ട്. നിങ്ങൾ ലസ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ ഉണ്ടാക്കിയതാ. ആണോ? അതിൽ ചിലത് ക്രിസ്പി അല്ല, പക്ഷെ ഗുഡ്. That's the one. How is it? നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ജസ്റ്റ് പോർക്ക്, സോൾട്ട്, സോയ സോസ്, ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. ഇതാ കുട്ടിക്ക് ലസ്സി കൊടുക്ക്. എന്നിട്ടാ പുള്ളി നമ്മുടെ DNA മുതൽ നമ്മുടെ ഫോളോവർ ആണ് എന്നാണ് പറഞ്ഞത്. Of course. വന്ന കാര്യം നടന്നു, അതാണ് ഞാൻ പറഞ്ഞത്. കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ വന്നേ? എന്താ കുറച്ച് സവർ ക്രീം ഇട്ടിട്ട് പിടി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് ആണോ? അത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ ഉണ്ടാ? ഇല്ല. നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചാ, 1 വയസ്സ് വരെ പഞ്ചാര കൊടുക്കും, 1 വയസ്സ് കഴിഞ്ഞ് ഇവർക്ക് ഇനി പഞ്ചാര കിട്ടില്ല. അന്തമാതിരി വീട് ഇത്. ഞാൻ ഇന്ന് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ. നമ്മൾ നേരെ മറ്റേ വീട്ടു വളർത്തുന്ന നേരെ സ്വഭാവം തിരിച്ചേ ചെയ്യൂ എല്ലാം. അങ്ങനെ ഉണ്ട് ഉളക്കമേ. എന്താ മാതിരി ഒരു ചലഞ്ചൊക്കെ വേണ്ട ലൈഫിൽ. എല്ലാം ഉൾട്ടായിരിക്കണം. നിങ്ങളുടെ പേരെന്താ? ജെഫ് ഫ്രം പാല, സാൻഡ്ര ഫ്രം ഇടുക്കി അല്ലേ? താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ്. സോ യു ഗൈസ് റിയലി എൻജോയ്ഡ് ദ മീൽ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. അതെ, ലാസ്റ്റത്തെ നമുക്ക് ഫൈനൽ പോർക്ക് തിന്നണമെന്നും വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് എൻജോയ്ഡ് ദ ഫുഡ്, എവറിബഡി എൻജോയ്ഡ്, സോ ബിസി എല്ലാവരും കൂടെ. വർത്താനം പറഞ്ഞു തന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ടൈമിൽ ഇതാക്കൂല അല്ലേ?
ടു മച്ച് ടോക്കിംഗ് ദിസ് ഫല്ല. ബട്ട് എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പം നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ഏറ്റവും സന്തോഷം അവർ നല്ല ഉടുപ്പ് കൊണ്ടുവന്നല്ലേ, എല്ലാം പാകാൻ തോന്നുന്നു. നാളെ പറ്റിയും കിട്ടുമൊക്കെ അപ്പോൾ ഇതുപോലെ സൂപ്പർ കുട്ടിയുമായിട്ട് നമുക്ക് അടുത്തോടെ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. അതിനിടയിൽ കൈ ഇറങ്ങി വന്നു. Can I have Okay, likes? thank you. Can I have likes?